ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഷെയർ ഡാൽമിയ ഭാരത് 775.20 അത് ക്ലോസ് ചെയ്തത്. ഇത് സിമെന്റ് ആൻഡ് സിമെന്റ് പ്രോഡക്റ്റിന്റെ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണ്. 1929 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 9 സ്റ്റേറ്റുകളിലായിട്ട് 13 ലൊക്കേഷൻസിൽ ഇവർക്ക് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇവരുടെ കറന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 26.5 മില്യൺ ടണ്ണാണ്. അതായത് രാജ്യത്തിന്റെ 5% റിക്വയർമെന്റ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. അതേപോലെ തന്നെ രാജ്യത്തെ 5ാമത്തെ ലാർജസ്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ്, സിമെന്റ് മാനുഫാക്ചറേഴ്സ് ആണ്. അത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി വെച്ചിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സിമെന്റുകളിൽ ഇവർ പയനിയേഴ്സ് ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഓയിൽ വെൽസിനും റെയിൽവേ സ്ലീപ്പേഴ്സിനും എയർ സ്ട്രിപ്പിനും ഒക്കെ ഉപയോഗിക്കുന്നത്. ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സ്ലാഗ് സിമെന്റ് ആണ് ഇവര്, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമെന്റ്സ്. പിന്നെ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് സ്പെഷ്യാലിറ്റി സിമെന്റ്സ് ഇൻ ഇന്ത്യ ആണ്. അതുപോലെ ഇവരുടെ ചില പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്ത ഇവരുടെ സിമെന്റ് ആണ് ഉപയോഗിച്ചത്. അതിന് വേണ്ടിയിട്ട് അരിക്കുത്ത് ഡാം ഉണ്ടാക്കിയത് ഒഡീസയില് ഇവരുടെ സിമെന്റ് വെച്ചിട്ടാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ചെന്നൈ മെട്രോയിലും ഡാൽമിയ സിമെന്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റ് കാണിക്കുന്നത്. ധോല സാദിയ ബ്രിഡ്ജ് ആസാമിനും അരുണാചൽ പ്രദേശിനും ഇടയ്ക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് അവർ ഈ സിമെന്റ് ഉപയോഗിച്ച് ആണ് ഉണ്ടാക്കിയതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. വിദ്യാസാഗർ സേതു കൊൽക്കത്ത, ബോഗിബിൽ ബ്രിഡ്ജ് ആസാമിന്റെ ലൈഫ് ലൈനാണ് ഈ ബ്രിഡ്ജ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് സ്ട്രിപ്പ് അരുണാചൽ പ്രദേശിലും ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ ഷെയറുകൾ വാച്ച് ലിസ്റ്റിലോട്ട് പിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ 12 കണ്ടീഷൻസ് ആണ് ഞാൻ ഇടാറുള്ളത്. PE/EPS, സെയിൽസ് ക്വാർട്ടർ, ഇയർ ഓൺ ഇയർ സെയിൽസ് വേരിയേഷൻ, നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ പോസിറ്റീവ് ആയിരിക്കണം. ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വേരിയേഷനിൽ ഒരു ചെറിയ കുറവുണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പ്ലെജിങ് ലെസ് ദാൻ 10%, അൺപ്ലെജ്ഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ 30%, ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0%. അതായത് അവർ വിറ്റിട്ടില്ല പ്രൊമോട്ടർ. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0:1 ആണ്. കറന്റ് റേഷ്യോ 1 മുകളിലായിരിക്കണം. ലയബിലിറ്റിയെക്കാട്ടിലും കൂടുതലായിരിക്കണം അസറ്റ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയീസ് 10% മുകളിലായിരിക്കണം. അതിൽ 2 കാര്യത്തിൽ ഞാൻ ഇവിടെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഡാറ്റാ ബേസിൽ ഇയർ ഓൺ ഇയർ സെയിൽസ് ഇവർക്ക് 22% കുറവായിരുന്നു. ROCE ഇവർക്ക് 4.45 ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തത് 762.80 അവിടുന്ന് അത് ഹൈ 779 വരെ പോയിരുന്നു. 775.60 ലോയർ, 775.20 ലാസ്റ്റ് 30 മിനിറ്റിന്റെ ആവറേജ് പ്രൈസ്. ലാസ്റ്റ് ട്രേഡർ പ്രൈസ് 775.25 ആയിരുന്നു. അത് ഓൾമോസ്റ്റ് സെയിം പ്രൈസ് ആയിരുന്നു. പ്രീവിയസ് ഡേയിലെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 752.35 ആയിരുന്നു. 3% ഗെയിനോടുകൂടിയാണ് ക്ലോസ് ചെയ്തത്. BSEയിലും NSEയിലും കൂടെ 6,109 ട്രേഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. 2.13 ലാക്ക് ഷെയർസ് ആയിരുന്നു ട്രേഡ് ചെയ്യപ്പെട്ടത്. അതിന്റെ ടേൺ ഓവർ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 16.43 കോടി രൂപയായിരുന്നു. 1.84 ലാക്ക് ഷെയറുകൾ ഡെലിവറിയിലാണ് പോയത്. 14 ലക്ഷത്തിന് 86.36% ഡെലിവറി ഉണ്ടായിരുന്നു. BSEയിലും NSEയിലും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ടേൺ ഓവറിനെ നമ്പർ ഓഫ് ട്രേഡ്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഓൺ ആൻ ആവറേജ് 27,000 രൂപയ്ക്കായിരുന്നു ഈ ഷെയർ ട്രേഡ് ചെയ്യപ്പെട്ടതെന്ന് കാണാൻ പറ്റും. 35 ഷെയറെങ്കിലും ഒരു ട്രേഡിൽ ട്രേഡ് ചെയ്യപ്പെട്ടു എന്നാണ് ആ കണക്ക് സൂചിപ്പിക്കുന്നത്. ടേൺ ഓവർ ഡിവൈഡ് ബൈ വോളിയം നോക്കുകയാണെങ്കിൽ 771.14 ആയിരുന്നു ആവറേജ് ട്രേഡർ പ്രൈസ്. ഈ ഫിഗേഴ്സ് ഒക്കെ തന്നെ ഒരാഴ്ചത്തേതും 1 മാസത്തെയും 3 മാസത്തെയും 1 വർഷത്തേക്കും ഉള്ള ഡാറ്റ ഞാനിവിടെ ഷെയർ ചെയ്യാറുണ്ട്. അത് സപ്ലൈ ആൻഡ് ഡിമാൻഡിൽ ഏതെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഞാൻ 28-ാം തീയതി അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയാണ് ഫണ്ടമെന്റൽസ്. അതിന്റെ ഷെയർ പ്രൈസ് അതായത് 752.35 വെച്ച് നോക്കുകയാണെങ്കിൽ PE 51.52 ആയിരുന്നു. ഒരല്പം ഹൈ PE ഷെയർ ആണ്. ഇൻഡസ്ട്രി PE 21.16 ആണ്. EPS ജൂൺ റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 14.49 ആയിരുന്നു. ഫേസ് വാല്യൂ 2 ആണ്. അവർ ഡിവിഡൻഡ് പേയിങ് കമ്പനിയാണ്. 0.27 ആണ് ഇവരുടെ ഡിവിഡൻഡ് ഈൽഡ്. കഴിഞ്ഞ ക്വാർട്ടറിൽ ജൂണിൽ 1974 കോടി രൂപയ്ക്കായിരുന്നു അവർക്ക് സെയിൽ ഉണ്ടായിരുന്നത്. അത് 22.19% കുറവായിരുന്നു ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ. 190 കോടി രൂപ ലാഭം ഉണ്ടാക്കി. അത് 24% ഇംപ്രൂവ്മെന്റ് ഉണ്ട്. പിന്നെ 18.76 കോടി ഷെയറാണ് മാർക്കറ്റിലുള്ളത്. അതിൽ 55.81 കോടി പെർസെന്റേജ് ഷെയറും പ്രൊമോട്ടറിന്റെ കയ്യിലാണ്. പ്ലജിങ് ഒന്നും ഇവർക്കില്ല. ചേഞ്ച് ഇൻ പ്രൊമോട്ടർ ഹോൾഡിംഗ് 1.53. ഇതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം
സ്ക്രീനറിൽ നിന്ന് എടുത്ത ഡാറ്റ ആണെങ്കിലും സ്ക്രീനറിന്റെ ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നത് അത്രയും ഇല്ല. പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ കഴിഞ്ഞ 2019 മാർച്ച് മുതൽ സ്റ്റേബിളായിട്ട് ആയിരുന്നു. കഴിഞ്ഞ ഇതിൽ 0.02% പ്രൊമോട്ടർ ഹോൾഡിംഗ് കൂടിയതായിട്ട് കാണാം. FIIs കൂട്ടിയിട്ടുണ്ട്. 15.29% ആയി അവരുടെ ഷെയർ ഹോൾഡിംഗ്. DIIs കുറച്ചിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞതായിട്ടാണ് ഡാറ്റ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡെറ്റ് എന്ന് പറയുന്നത് 6051 കോടി രൂപയാണ്. 0.57 ആണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. കറന്റ് റേഷ്യോ 1.27 ആണ്. ലയബിലിറ്റിയെക്കാട്ടിലും 1.27 ടൈംസ് അസറ്റ് ഉള്ളൊരു കമ്പനിയാണ്. റിസർവ്സ് ഇവർക്ക് 10,511 കോടി രൂപയുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് 2,816 കോടി രൂപയാണ്. ഇവരുടെ 3 വർഷത്തെ പ്രോഫിറ്റ് വേരിയേഷൻ 105%. അതുപോലെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ RSI ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. MACD പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. DMI പ്ലസ് DMI മൈനസിനെക്കാട്ടിലും കൂടുതലാണ്. ADX കാര്യം ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുണ്ട്. SMAകളും EMAകളും സപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ചാർട്ട് നോക്കിയാൽ ഒരു റെസിസ്റ്റൻസ് ക്രോസ് ചെയ്തിട്ട്, അതായത് ഒരു സപ്പോർട്ട് നല്ലതായിട്ട് ഒരു സപ്പോർട്ടിന് മുകളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. റെസിസ്റ്റൻസും തൊട്ടടുത്ത് തന്നെ ഉണ്ട്, 800-നടുത്ത്. പിന്നെ ഞാനിത് സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഡെലിവറി പെർസെന്റേജിലും ആവറേജ് ട്രേഡ് വർത്തിലും നല്ലൊരു ഇംപ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട്. NSEയുടെ വെബ്സൈറ്റിൽ ഇന്നത്തെ ബ്ലോക്ക് ഡീൽ, ബൾക്ക് ഡീൽ കാണിച്ചിട്ടില്ല, ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ബാക്കി BSEയിൽ അങ്ങനത്തെ ട്രേഡുകളൊന്നും ഇത് നടന്നിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത, ഇവിടെ വീഡിയോയിൽ ഷെയർ ചെയ്ത ഷെയറുകളുടെ പെർഫോമൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 4 3 നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ പെർസിസ്റ്റന്റ്, എംഫാസിസ്, സിഗ്നിറ്റി ടെക്, സിൻജിൻ, ADF ഫുഡ്സ്, മിനാറ്റി ഓർഗാനിക്സ് ഇതെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് കാണാം. ജിയോജിത്ത് ആണെങ്കിലും രാംകോ സിമെന്റ് ആണെങ്കിലും അംബുജ സിമെന്റ്, ടിംകനൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് ഒരു 5% മുകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞ് പിന്നെ കറക്ഷൻ ഉണ്ടായി. വളരെ മോശമായിട്ട് പെർഫോം ചെയ്ത ഷെയർ ഒന്ന് HAL ആണ്. അതേപോലെ GMM ഫോഡ്ലർ അവരുടെ പ്രൊമോട്ടറിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ ദിവസവും 5% കറക്റ്റ് ചെയ്ത് വളരെ മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. റായൽസീമ ഹൈപ്പോ ലിമിറ്റഡിന്റെ ഇതും മോശമാണ്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാതാണ് കറക്റ്റ് ചെയ്തത്. ബാക്കി ഇപ്പോഴും അത് ചില ഷെയറുകളിലൊക്കെ ഡാറ്റ ഇപ്പോഴും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതേപോലെ ഞാൻ ഇപ്പോഴും പരിചയപ്പെടുത്താറുണ്ട് ഡെലിവറി ഇംപ്രൂവ്മെന്റും ആവറേജ് ട്രേഡ് വർത്ത് ഇംപ്രൂവ്മെന്റും ഡെലിവറി ടേൺ ഓവർ ഇംപ്രൂവ്മെന്റും ഉള്ള കമ്പനികളുടെ ലിസ്റ്റ്. കഴിഞ്ഞ ദിവസം ഇത് പരിചയപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കഴിഞ്ഞ മാസങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ ഏകദേശം 95% മുകളിൽ 5% പ്രോഫിറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. മിനിമം 5%, 58.85% ഷെയറുകളും 20% മുകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തതായിട്ടാണ് ഡാറ്റ കാണിക്കുന്നത്. ഇത് ടെക്നിക്കലോ ഫണ്ടമെന്റലോ ഒന്നുമില്ല. ഡയറക്റ്റ് ലോജിക്ക് മാത്രം അപ്ലൈ ചെയ്ത് പിക്ക് ചെയ്തതാണ്. അതേപോലെ ഓഗസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 84% ഷെയറുകളും 5% മുകളിൽ ഒരു ചാൻസ് കൊടുത്തു. സെപ്റ്റംബറിലേത് മാർക്കറ്റ് ഡള്ളായി കഴിഞ്ഞിട്ട് മോശമായിരുന്നു. കഴിഞ്ഞ ദിവസം 20 പിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4 5% മുകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അതിനു മുമ്പത്തെ ദിവസത്തെ ആണെങ്കിൽ 16 6 1 ഒരെണ്ണം 10% മുകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. 23-ാം തീയതിയിലും അതുപോലെ തന്നെ 16 5 5%, ഒരെണ്ണം 10% ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഓൾ ടുഗദർ 694 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 70% മുകളിൽ 5% പ്രോഫിറ്റ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തതായിട്ടാണ് കാണുന്നത്. ഏകദേശം 54% ആണെങ്കിലും 10% മുകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.